ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തേപ്പുകാരി എന്നുള്ള പട്ടമാണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, എന്താണ് സീസൺ 6 കുറിച്ച് പറയാനുള്ളത്? സീസൺ 6 പറ്റിയിട്ട് എന്താ പറയാനാ? ഇന്നിപ്പം നമ്മള് ഫിനാലെ എന്ന് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് വിന്നർ എന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല, ഞാന് പ്രതീക്ഷ ഒരുപാടടുത്ത്, എനിക്ക് താല്പര്യം ജാസ്മിൻ ജയിക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു ഗെയിം ഷോ ആണ്. അപ്പം നമ്മളെപ്പോഴും എല്ലാ ഫൈറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്തും ഈ ഗെയിം ഷോയുടെ ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. അതായത് ഇതില് എല്ലാവരും ഗെയിം കളിച്ചവരാണ്, എല്ലാവരും 100 ദിവസം നിന്നവരാണ്, എല്ലാവരും ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തവരാണ്. അപ്പം ഇതിനകത്ത് ആർക്ക് വിന്നർഷിപ്പ് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം ആ ജനങ്ങളുടെ ഒരു ഭൂരിപക്ഷമായിരിക്കുമല്ലോ ഒരു വിന്നർ എന്ന് പറയുമ്പോൾ. അപ്പം അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് എന്തായാലും ഇപ്പൊ പറയും. അപ്പൊ സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളത് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അവസാനം ജനങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഒരു വിന്നർ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. അപ്പം അത് നമ്മളങ്ങ് അംഗീകരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സർവൈവർ ഗെയിം ഷോ എന്നതിലപ്പുറത്തേക്ക് എന്താ പറയാ, വ്യക്തിപരമായിട്ടും സർവൈവിങ്ങിലപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, ഒരു പോരാട്ടം തന്നെ നടത്തി വന്ന ജാസ്മിൻ വിന്നർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്. എനിക്ക് അറിയത്തില്ല. അതായത് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട, അത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടാവില്ല, നല്ല ആളാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എവിടെയെങ്കിലും പാളി പോയതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഗെയിം ഷോനകത്ത് ഇപ്പൊ സീസൺ 6 ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെ ആരും ഭയങ്കര മികച്ചതായിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊന്നും എനിക്ക് ഔട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സീസൺ 6 ഭയങ്കരമായിട്ടുള്ള TRP കിട്ടിയ ഒരു സീസണാണ്. അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അത് എന്താ പറയാ, നമ്മുടെ ചാനലിനായാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനായാലും എല്ലായിടത്തും ഭയങ്കര നല്ല രീതിയിൽ ചർച്ചയാകപ്പെടുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്തൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഗെയിം ഷോയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവള് പാളിപ്പോയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒരു പാളിച്ചയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ആരും ചെയ്യൂല. എന്തൊക്കെയോ ആയിപ്പോവും സിറ്റുവേഷൻഷിപ്പിൽ മനുഷ്യന്മാർക്ക് ഉണ്ടായി പോകുന്ന ചില സാഹചര്യങ്ങളുടെ ഒരിതാണ്, അതങ്ങനെ അങ്ങ് ആയിപ്പോവും. അപ്പം ഇതിപ്പോ നമ്മൾ ജാസ്മിനെ തന്നെ ഇപ്പൊ ചോദിക്കുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല, ജാസ്മിൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തില് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ്, ഇറ്റ്സ് എ റിയാലിറ്റി ഷോ, സംഭവിക്കുന്നതാണ്. ഷീസ് എ റിയൽ. അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വെക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തില് ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഒരു മനുഷ്യന്റെ സ്വൈര്യ ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ട ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവളൊരു സർവൈവർ ആണെന്നും അവളൊരു പോരാളിയാണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനെ ആളുകൾ എടുത്തൊരു രീതിയുണ്ട്. അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ച് കീറി ആക്രമിച്ച് വെർബൽ റേപ്പ് ഉൾപ്പെടെയൊക്കെ, അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചഴച്ച് എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ സാധനം പറയുന്നതുകൊണ്ട് എന്നെ എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് അതിനകത്ത് നത്തിങ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവള് ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെ എന്ന് മാത്രം പറയാൻ പറ്റും. പക്ഷെ ഭയങ്കര വലിയ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ആരെയും തോന്നിയിട്ടില്ല, മനുഷ്യനെ തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിന്നിംഗ് പ്രഡിക്ഷനിൽ പറയുന്ന പേരുകൾ അർജുന്റെയും അതുപോലെ ജിൻഡോന്റെയാണ്. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്?
ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വിന്നിങ് പ്രഡിക്ഷൻ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യതയെ അംഗീകരിക്കുന്നിടത്തായിരിക്കും അതുണ്ടാകുന്നത്. ആ പ്രഡിക്ഷനിൽ ജാസ്മിൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാസ്മിനെ നിങ്ങൾ കേട്ടില്ല? ജാസ്മിന് 3ാം സ്ഥാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ ജാസ്മിനെ കേട്ടായിരുന്നു 1ാം സ്ഥാനത്ത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, പലരും പല രീതിയിൽ, മേ ബി ചിലപ്പോൾ അത് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കാം അത് സംസാരിക്കുന്നത്, അർജുന്റെ ഫാൻസ് ആയിരിക്കാം അർജുൻ എന്ന് സംസാരിക്കുന്നത്, ജിൻഡോയുടെ ഫാൻസ് ആയിരിക്കാം ജിൻഡോ എന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ 3 പേരെയും കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിം കളിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിം കളിച്ച തമ്മിൽ ഭേദം തുമ്മലെടുക്കുമ്പോൾ അത് ജിൻഡോ ജാസ്മിനാണ് ഒബ്വിയസ്ലി. പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ ആരെയും വെറുപ്പിച്ച് നിന്ന ഒരാളായിട്ട് എനിക്ക് അർജുനെ ഫീൽ ചെയ്യുന്നില്ല. ഈ ലാസ്റ്റ് ഒരു 2 വീക്സ് അർജുന്റെ ഒരു ഗ്രാഫ് കണ്ട സാഹചര്യത്തിലാണ് അർജുനെയും പേഴ്സണലി കുറെ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞാലും നമ്മളെ തെറ്റും. അവർക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും ആ വശം പറയുമ്പോഴത്തേക്ക് ആണോ എന്നാ നിന്നെ അങ്ങനെ ചെയ്തോ, നിന്നെ പീഡിപ്പിച്ചെങ്കിൽ അത് വലിയ കാര്യമായിപ്പോയി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാപ്പ് അടിക്കുന്നത്. ഇപ്പം ഒരാളിനെ പറ്റി ഒരു ഇത് പറയുന്ന സമയത്ത് അയാൾക്കൊരു ഭൂരിപക്ഷ സ്വീകാര്യത ഉണ്ടെങ്കിൽ ഒരാളിന് ഉണ്ടായ ഒരു അബ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്തൊരു സാധനമാണ്. അബ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ നിനക്ക് സംഭവിച്ചു എന്നാ കാര്യമായിപ്പോയി, നീ അങ്ങനത്തെവളായതുകൊണ്ടല്ലേ, നീ അങ്ങനെ നിന്നവളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ സ്വീകാര്യതകൾ കുറഞ്ഞ മനുഷ്യർക്ക് അത് ആക്രമണമായിട്ട് വരികയും സ്വീകാര്യത കൂടുന്ന മനുഷ്യർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ഇതാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചോട്ടെ, ഈ ആദ്യത്തെ സീസൺ തൊട്ട് ഒരു ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രണയം ഇതിനകത്തുണ്ട്, പൂർണ്ണത്തിലെത്തിയ പ്രണയം പറയുന്നുണ്ട്. ഇവിടെയും ജാസ്മിൻ സംഭവിച്ചത് അത് തന്നെയല്ലേ, ഒരു പ്രണയത്തിന്റെ ഒരു ട്രാക്ക് ആ സമയം വന്നത് കൊണ്ടാണോ? എനിക്ക് അതിന്റെ ഒരു കുശുമ്പ് അല്ല, എനിക്ക് 100% മനസ്സിലായത് അവർക്ക് അതിനെ അറിയില്ല എങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിലും എനിക്കത് പ്രണയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. വെളിയില് ഞാനല്ല അഭിപ്രായം പറയാൻ ആള്, പക്ഷെ എന്നോട് ചോദിച്ചോണ്ട്. അല്ല, ജാസ്മിൻ ഓൾറെഡി അംഗീകരിച്ചുള്ള കഴിഞ്ഞ ദിവസം യമുന റാവണിയുള്ള കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. ആണോ? ഞാൻ എങ്ങനെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ഗബ്രി ഉണ്ടായിരുന്ന സമയത്തുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തോ അവർ തമ്മിൽ പ്രണയമാണ് എന്നുള്ളത്? അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നും അതിൽ പ്രണയം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഉള്ള നോട്ടം. അതായത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല ഒരാളിന്റെ പ്രൈവസിയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്, പക്ഷെ എന്നാലും നമ്മൾ കാണുന്നതിനെ ചർച്ചയാകുന്നോണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവരത് ഇതൊരു കോംബോ ആയിട്ട് ട്രൈ ചെയ്തു എന്ന് ഫീൽ ചെയ്തോ? ഇങ്ങനെ ഇതൊരു എല്ലാ ഗെയിമിന് വേണ്ടിയിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഒന്നത് ഞാൻ ഹൗസിനുള്ളിൽ നിന്നൊരാളാണ്. സത്യസന്ധമായി പറഞ്ഞു, നമുക്കൊരാള് നമ്മൾക്കൊപ്പം വേണം നമ്മൾ ആഗ്രഹിക്കും. അത് പ്രണയം വേണമെന്നോ അങ്ങനെ അല്ല കേട്ടോ പറയുന്നേ. ഒരാളിന് ഓപ്പോസിറ്റ് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രണയത്തിന്, അതായത് ഒരാളിന് നമുക്ക് എന്തായാലും വേണം ഹൗസിനുള്ളിൽ. നമ്മൾ എപ്പോഴും ഇരുന്നിട്ട് ഞാനൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെപ്പോഴും അവർ ജയിക്കാൻ വേണ്ടി വന്നവരാണല്ലോ. അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടി വന്നവരല്ലോ. ഇവർ ചെയ്യുന്നത് ശരിയാണ്, ഇവർ ശരിക്കും നമ്മളോട് അടുപ്പം കാണിക്കുന്നത് വസ്തുതയിൽ നല്ല രീതിയിൽ തന്നെയാണ്. അത് അവർ നമ്മളെ ചീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു പേടിയും ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരാളെ വിശ്വസിക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, അതൊരു 4 ചുവരുകൾക്കുള്ളിലുള്ള ഒരു സ്പേസ് മാത്രം, നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവർ തന്നെ ഡെയിലി കാണേണ്ടവര്, ഇഷ്ടമില്ലാത്ത മനുഷ്യരെ, ഇഷ്ടമുള്ള മനുഷ്യരെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരേ പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഓരോ സാധനം കാണുന്നു. മനുഷ്യന്റെ ജീവിതമല്ലേ പുറത്തേക്ക് സെയിൽ ചെയ്യപ്പെടുന്നത്. മീൻസ് ഈ ഫാൾ ഇൻ ലവ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രണയത്തിലേക്ക് വീഴുക എന്ന് പറയുന്നത് അങ്ങനെ വീഴുന്നതായിരിക്കാം അല്ലേ? ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രണയമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. ഞാനിപ്പോ അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നെ ഒന്നളയും. ഇപ്പോ സത്യം പറഞ്ഞാൽ രഹസ്യമായിട്ട് ബന്ധങ്ങളുള്ളവരുണ്ട്, ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുള്ളവരുണ്ട്, ഒരുപാട് ആളുകളെ പ്രണയിക്കുന്നവരുണ്ട്, ബാക്കി നിർത്തി ചിരിങ്ങളുണ്ട്, അവർക്കാണ് കുറെ ഉണ്ട്, കാണിക്കല്ലേ മുഖം. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. പക്ഷെ പൊതു ഇടത്തിലേക്ക് ഈ സാധനങ്ങൾ ചർച്ചയാകുമ്പോ അത് നമ്മുടെ ആ സദാചാര ബോധം എടുക്കൂല, എന്നിട്ട് നല്ല രീതിയിൽ ആക്രമിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളതിനെ വിശ്വസിക്കുകയും അതേസമയം ഇനിയുള്ള പുറത്ത് റിലേഷൻഷിപ്പിനൊന്നും ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളല്ല. കാരണം പ്രൈവസികളെയൊക്കെ പബ്ലിഷ് ചെയ്ത സ്ഥിതിക്ക് അത്തരം അതിനൊരു കൺസേൺ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജാസ്മിന് സംഭവിച്ച ഒരു സാധനത്തെ ഞാൻ സിറ്റുവേഷൻഷിപ്പായിട്ട് കാണുകയും
അത് ഇനി പുറത്തിറങ്ങുമ്പോൾ ജാസ്മിന് വേറെ കാര്യത്തിലേക്കാണ് ശ്രദ്ധയെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ ഗബ്രിക്ക് അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഇതിവിടെ രണ്ടുപേരുടെ അവസ്ഥകളും പ്രശ്നമാണ്. ഗബ്രിയുടെ ലൈഫായാലും പുരുഷനാണെന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ ഇതാക്കണം. പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും, എന്നാൽ സ്ത്രീ ആയതുകൊണ്ട് ആക്രമിക്കും. ഇത് ഇവിടുത്തെ സമൂഹമാണ്. നാളെ ജാസ്മിൻ മറ്റൊരു റിലേഷനിലേക്ക് പോയാലും തേച്ചിട്ട് പോയെന്ന് പറയുന്നില്ലേ? അല്ല, ഈ ഇവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ തേപ്പുകാരി എന്നുള്ള പട്ടമാണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ ചുറ്റിൽ നിൽക്കുന്ന 2-3 ആൾക്കാരുണ്ട് ഏറ്റവും വലിയ തേപ്പുകാരി. ഞാനൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഈ തേപ്പുകാരനായിരുന്നല്ലോ ആദ്യമൊക്കെ. ഇപ്പൊ പെമ്പിള്ളേര് കൂടുതലായ തേപ്പുകാരി എന്നുള്ള ഒരു രീതിയിൽ വന്ന് അല്ലേ, ഒരു പേര് തേപ്പുകാരി എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ അത് അത്തരം സാധനങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം, ആ കുട്ടിയുടെ പോക്ക് വരവ്, ഇതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണെന്നേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഗെയിം ഷോ ആയതുകൊണ്ട് പബ്ലിക് ഫേസിൽ വന്നത് കൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം എന്നെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സദാചാര ബോധത്തിനൊത്ത് നിൽക്കാനൊന്നും ഞാൻ വില്ലിങ് അല്ല. ഇതൊക്കെ ചോദിക്കുമ്പോൾ പോലും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനാണ്. കണ്ടില്ലേ, ഇതൊരു സിറ്റുവേഷൻ. അതായത് ഗെയിം ഷോ നടക്കുന്നു, അതിൽ കാണുന്നതിന് അവർ ചോദിക്കുന്നു, അപ്പൊ നമ്മൾ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. 10 റിലേഷൻഷിപ്പ് ആയാലും 1000 റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളെ ഇഷ്ടത്തിന് സൗകര്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഞാൻ അങ്ങനെ പറയുള്ളൂ. ശരി.